ലുലു എന്ന് പറയേണ്ട, യൂസഫ് അലി എന്ന് പറഞ്ഞാൽ മതി. യെസ്, ഇന്ന് ഞാൻ പറയുന്നത് എന്താണ് ബ്രാൻഡ്. എന്താണ് ബ്രാൻഡ് എന്ന് പറയുന്നാൽ ഒരാൾ എങ്ങനെ ബ്രാൻഡ് ആവുന്നു. ഉദാഹരണത്തിന് ലുലു എന്ന് പറയേണ്ട MA യൂസഫ് അലി, അയാളുടെ ഇനീഷ്യൽ പോലും ആളുകൾക്കറിയാം. MA യൂസഫ് അലി, മലയാളി ബിസിനസ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുലു അണ്ടർസ്റ്റുഡ്. ജിയോ എന്ന് പറയേണ്ട അനിൽ അംബാനി എന്ന് പറഞ്ഞാൽ മതി. ഇനി നമ്മളുടെ മുമ്പുണ്ടായിരുന്ന നമ്മുടെ ലീഡർ എന്ന് പറഞ്ഞാൽ മതി. ഓൾറെഡി വി നോ കെ കരുണാകരൻ. ഓക്കെ, അപ്പൊ അവരെല്ലാം നമ്മളെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ഇനി വി ഗാർഡ് എന്ന് പറയേണ്ട ചിറ്റിലപ്പള്ളി സാർ എന്ന് പറഞ്ഞാൽ മതി. കാരണം നമ്മളെ മനസ്സിൽ വി ഗാർഡിനെ കാണുന്നത് ചിറ്റിലപ്പള്ളി സാറായിട്ടാണ്. ഇനി നമ്മളെ ബോക്സർ മുഹമ്മദ് അലി എന്ന് പറഞ്ഞാൽ മതി. നമ്മളെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് ബോക്സർ മുഹമ്മദ് അലി എന്നുള്ളതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ വ്യക്തികൾ ഒരാളുടെ പേര് കേട്ടാൽ തന്നെ, അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കേട്ടാൽ തന്നെ ആ ആളുടെ പേരോ അല്ലെങ്കിൽ ആ പേര് കേട്ടാൽ ആ പ്രൊഡക്റ്റോ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബ്രാൻഡ്. നമ്മൾ കേൾക്കാവുന്ന ബോച്ചെ ടീ, ചെമ്മന്നൂർ ജ്വല്ലറി, ബോച്ചെ. അപ്പോൾ ഇതെല്ലാം ബ്രാൻഡുകളാണ്. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലോട്ട്, നമ്മുടെ ഉപബോധ മനസ്സിലോട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു കൺസെപ്റ്റാണ്, ദാറ്റ് ഈസ് ബ്രാൻഡ്. ഓക്കെ, താങ്ക് യു. ഐ ആം ഡോക്ടർ അലി. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, alialimrasdentalclinic.com. താങ്ക് യു.